നമ്മളിപ്പോൾ കാണുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത കീഴരിയൂർ പഞ്ചായത്തിലെ ചെങ്കൽ ക്വാറിയാണ്. കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നറിയാതെ 4000-ഓളം കുടുംബങ്ങളാണ് ഇവിടെ നരകജീവിതം തള്ളി നീക്കുന്നത്. തുടർച്ചയായ ഖനനം കാരണം 3500-അധികം കുടുംബങ്ങൾ കടുത്ത കുടിവെള്ളക്ഷാമത്തിലേക്ക് നീങ്ങുകയാണ്. 83 കിണറുകൾ പൂർണ്ണമായും വറ്റുവരണ്ടു. ഓരോ കൊല്ലം പിന്നിടുമ്പോഴും കൂടുതൽ കിണറുകൾ വരളുന്ന കാഴ്ചയാണ് ഈ പ്രദേശത്ത്. പുതിയ കിണറുകൾ കുഴിച്ചാലും രക്ഷയില്ല. കീഴരിയൂരിലെ കീറൻകുന്ന്, ഓറോക്കുന്ന്, മീറോടുമല, മാപ്പറക്കുന്ന് എന്നിവിടങ്ങളിലാണ് ഖനനം നടക്കുന്നത്. ഇതെല്ലാം വലിയ മലകളായിരുന്ന കാലത്ത് പ്രകൃതി അനുഗ്രഹിച്ചിരുന്ന മണ്ണായിരുന്നു. 4 വർഷം മുമ്പ് ചെങ്കൽ മാഫിയകൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ സ്ഥിതിയാകെ മാറി. അന്നു തൊട്ട് ഇന്നേ വരെ ഈ നാട്ടുകാർക്ക് ദുരിതങ്ങൾ ഒഴിഞ്ഞ നേരമില്ല. മുമ്പൊക്കെ നട്ടുച്ചയ്ക്കും തണലായിരുന്നെങ്കിൽ ഇപ്പോൾ സൂര്യൻ ഉദിച്ചു തുടങ്ങുമ്പോഴേക്കെ നാട് കത്തിക്കാളും. പൊള്ളുന്ന വെയിലിൽ ജീവിതം താറുമാറായതോടെ കിട്ടിയ വിലക്ക് കിടപ്പാടം വിറ്റ് നാട് വിട്ടവരും കുറവല്ല. മിച്ചഭൂമി പതിച്ചു കിട്ടിയ 113 കുടുംബങ്ങളിൽ 80ഓളം പേർ തുച്ഛമായ തുകയ്ക്ക് ഭൂമി മറിച്ചു വിറ്റു. പേരാമ്പ്രയിലെ ഒരു ഗൾഫുകാരനാണ് ചുടുവിലക്ക് ഇവരുടെ 32 ഏക്കറോളം വരുന്ന ഭൂമി സ്വന്തമാക്കിയത്. ചെങ്കൽ മാഫിയ ഉഴുതുമറിച്ചിട്ട മണ്ണിലെ ശേഷിക്കുന്നവരും കിടപ്പാടം വിറ്റുപോകാനുള്ള ഒരുക്കത്തിലാണ്. രാഷ്ട്രീയക്കാരും അധികാരികളും കൈവിട്ടാൽ പിന്നെ ഞങ്ങൾ എന്തു ചെയ്യുമെന്നാണ് ഇവിടുത്തുകാർ ചോദിക്കുന്നത്. ദിവസവും 1.5 ലക്ഷത്തോളം ചെങ്കലാണ് ഇവിടെ നിന്നും പുറത്തേക്ക് പോകുന്നത്. പുറമെ പ്രതിദിനം 150 ലോഡ് മണ്ണും. ഇതിലൂടെ കോടിക്കണക്കിന് രൂപയാണ് ചെങ്കൽ മാഫിയയുടെ കൈകളിലെത്തുന്നത്. ഇതിൽ നിന്ന് ലക്ഷങ്ങൾ രാഷ്ട്രീയക്കാരുടെയും അധികാരികളുടെയും കീശിൽ വീഴുന്നു. വില്ലേജ് ഓഫീസ് മുതൽ താലൂക്ക് ഓഫീസ്, ജിയോളജി വകുപ്പ്, കലക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ പ്രതിദിനം 1000-കണക്കിന് രൂപയാണ് ചെങ്കൽ മാഫിയയുടെ കയ്യിൽ നിന്നും പറ്റുന്നത്. അതുകൊണ്ട് തന്നെ കീഴരിയൂരിൽ അനധികൃതമായി നടക്കുന്ന ചെങ്കൽ മണ്ണ് ഖനനത്തിനെതിരെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല.